ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജാനുവരി 25-ന് ഞങ്ങളൊരു യാത്ര പോവുകയുണ്ടായി. ഞങ്ങൾ പോയത് ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്കാണ്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളും ഞങ്ങളുടെ കുറച്ച് സന്തോഷമുള്ള സമയങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 7:30 മണിയായപ്പോൾ ചാലക്കുടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിത് മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസവും കൂടിയായിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു യാത്ര ചെയ്യാനും കൂടി ഞങ്ങൾക്ക് സാധിച്ചതിൻ്റെ സന്തോഷവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. പോകുന്ന വഴിയിൽ നമ്മളെ ആകർഷിക്കുന്ന ചില കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവിടെ നമ്മൾ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങളിത് ഇടുക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടീ ഷോപ്പിൻ്റോട് ചേർന്ന് തന്നെ ഐ ലവ് ഇടുക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലുള്ള ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്, അപ്പോൾ ഇതിലൂടെ ചെറിയൊരു പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ വെള്ളം ഒഴുകുന്ന നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കട്ടപ്പന ഭാഗത്തേക്ക് പോയത്. സമയം ഏതാണ്ട് ഉച്ചയോടടുക്കാറായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളൊരു സമയം തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളും യാത്രക്കാരും ഒക്കെ ആയിട്ട് ഒരു സ്ഥലം കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു കാൽവരി മൗണ്ട് എന്നുള്ളൊരു വ്യൂ പോയിൻറ്റിലേക്കുള്ള ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങളിവിടെ എത്തിയത് നട്ടുച്ച സമയമായിരുന്നു. നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ നമ്മുടെ മനസ്സൊക്കെ നല്ല നിറഞ്ഞ് നല്ല സന്തോഷം തോന്നിയിട്ടോ. നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്.
നല്ല വെയിലും ചൂടുമൊക്കെ ആയിരുന്നു. ഊണ് കഴിക്കാനുള്ള സമയവുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഊണ് കഴിക്കാനായിട്ടാണ് നേരെ പിന്നെ പോയത്. അപ്പോൾ ഞങ്ങളത് ഈ ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ ബ്ലസ്. അങ്ങനെ ഞങ്ങളിവിടെ കയറി. അപ്പോൾ ഊണ് റെഡി ആയിട്ടുണ്ടായി അവിടെ. അങ്ങനെ നല്ല മീൻകറിയും ബീഫ് ഫ്രൈയും മോര്, സാമ്പാർ, അവിയൽ, മെഴുക്കുവരട്ടി, പപ്പടം എല്ലാം ചേർത്ത് നല്ല അടിപൊളി ഒരു ഊണായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഹോട്ടലുകാരോട് പറഞ്ഞു നല്ല ഊണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ കട്ടപ്പനയിലെത്തി. ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി ലഗേജൊക്കെ വെച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ് കാണാൻ. ഒരു 5 മണി സമയമായിട്ടുണ്ട്. അഞ്ചുരുളി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ച നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിച്ചു. നല്ല വെള്ളം ഒഴുകുന്ന ഒരു പ്രകൃതി ഭംഗിയൊക്കെയായി കാടും എല്ലാം ചേർന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഈ സ്ഥലവും. ഇവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗജന്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ കണ്ട കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വെള്ളം ഒരു ഗുഹ പോലെയുള്ളൊരു ഭാഗത്ത് കൂടി ഒഴുകി വന്ന് പതിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇങ്ങോട്ട് കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പതുക്കെ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇപ്പുറത്ത് കാണുന്നത്. ഒരു ഗുഹ പോലെയുള്ള ഭാഗത്ത് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ്. അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കുറച്ച് ആളുകൾ അവിടെ പോയി നിന്ന് ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിത്തിരി റിസ്ക്കാണ്. അതിൻ്റെ സൈഡിൽ കൂടി വഴുതി വീഴാതെ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഞങ്ങളതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഈ പാറപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഉണ്ടായത്.
കാടുകളുടെ ഇടയിലൂടെയുള്ളത് ഈ വഴി കൂടി നമുക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ കുറേ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് നിന്ന് ഊഞ്ഞാലാടി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെയൊക്കെ പോയി ഇവിടെ എത്തിയപ്പോഴേക്കും അവരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാൽ ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാൽ കയറി കുറച്ച് നമ്മുടെ പഴയകാല ഓർമ്മകളെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. നല്ല പൊക്കത്തിലുള്ള ഒരു ഊഞ്ഞാലായതുകൊണ്ട് തന്നെ പണ്ടത്തെ നമ്മളുടെ ഓർമ്മകളെയൊക്കെ നമുക്ക് ഒന്നും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അങ്ങനെ അതൊക്കെ നന്നായിട്ട് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അവിടെ നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനനുസരിച്ച് ഒരു ഡാൻസൊക്കെ കളിക്കുന്നതിന് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ കട്ടപ്പന ടൗണിലേക്കാണ് പോകുന്നത്. ഇതാണ് ടൗണിലെ കാഴ്ചകൾ. നേരം കുറച്ച് ഇരുട്ടിയതിന് ശേഷം ഞങ്ങളിത് കട്ടപ്പന ടൗണിലൂടെ ഒന്ന് നടന്നതാണ്. അപ്പോൾ കട്ടപ്പന ടൗണിലെ കാഴ്ചകൾ കുറച്ച് ഭാഗത്തേക്ക് ഞങ്ങൾ ആ ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്താണ് ഞങ്ങൾ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു ഹോൾസെയിലായിട്ട് സ്പൈസസ് ഒക്കെ എടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടുത്തെ കർഷകർ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരിത് ചാക്കിലൊക്കെ അളന്ന് തൂക്കിയെടുക്കുകയാണ്. നല്ല പച്ച ഏലക്കായാണ് കേട്ടോ ഈ കൂടിക്കിടക്കുന്നത്. അതുപോലെ ജാതിക്ക, ജാതിപത്രി, അങ്ങനെ കുറേ സ്പൈസസ് ഈ ഷോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ കട്ടപ്പന ടൗണിൻ്റെ ഒരു രാത്രി ഭംഗിയാണ് ഈ കാണുന്നത്. ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്കതൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.